കേരളത്തിന്മേൽ കനത്ത സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്ര സർക്കാർ ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു സാമ്പത്തിക ഉപരോധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തെ മനസ്സിനെ തകർക്കാനുള്ള BJPയുടെ ശ്രമമാണ്. ആ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. ഇങ്ങനെ തകർത്താലേ കേരളം അവർക്ക് ഇനി പിടിച്ചടക്കേണ്ട ഒരു സംസ്ഥാനം കേരളമാണ്. അതിനുവേണ്ടി അവരെന്ത് വൃത്തികളും ചെയ്യും. ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട സാമ്പത്തിക ആനുകൂല്യം ഒരുപാടുണ്ട്, ഒന്നും തരുന്നില്ല. ഒരു കൊളോണിയൽ വേണം കേരളത്തെ കാണുന്നത്, അതിന് അറുതി വേണം. കേരളത്തെ തകർക്കാനുള്ള ഈ സംഘടിതമായ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയുള്ള UDFന്റെ നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? UDF അവർക്ക് അനുകൂലമാണ്. അവർക്ക് ഭരണമില്ല. ഇപ്പം തന്നെ KC ഗവൺമെൻറ് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് കേന്ദ്രത്തിനും ഭരണമില്ല, കേരളത്തിനും ഭരണമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദായമില്ല. ഇവർ ഭരണത്തെ കാണുന്നത് എന്തെങ്കിലും ആദായം ഈ സർക്കാരിൽ നിന്ന് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് UDF ശ്രമിക്കുന്നത്. അതാണ് ഈ അയ്യപ്പൻ്റെ ഈ വിഷയം തന്നെ. അത് കേരളത്തെ ആരെയും ബാധിക്കുന്നില്ല. അവർ രാഷ്ട്രീയ വിഷയം സംസാരിക്കുന്നില്ലല്ലോ. LDF മാത്രമേ ഈ വികസനം പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ സർക്കാർ തുടരും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധമാക്കി മാറ്റാനായിരിക്കുമോ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു രാഷ്ട്രീയ ഉപരോധം? ആയിരിക്കും. കേന്ദ്ര സർക്കാർ ഞെക്കിപ്പിഴിയുന്നു, UDF നമ്മൾ നക്കിപ്പിഴിയുന്നു. അവർ UDF നമ്മൾ നക്കിപ്പിഴിയുന്നു. കാരണം ആചാരമാണ് അവിടുത്തെ വിഷയം, വികസനമല്ലേ. ആ വികസനത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് UDFും BJPയും കാണിക്കുന്ന ഒരു സംയുക്ത നാടകം ഇത് നമ്മൾ അതിജീവിക്കും.